അനധികൃത നിയമനങ്ങൾ നേടിയവരെ പിരിച്ചുവിടുന്നതിനു പകരം അവർക്ക് കരാർ പുതുക്കി നൽകുകയാണ് കേരള മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ. അനധികൃത നിയമനമെന്ന് കണ്ടെത്തിയിട്ടും 640 ജീവനക്കാരുടെ കരാറാണ് കേരള മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ നീട്ടി നൽകിയത്. ജില്ലാ എംപ്ലോയ്മെന്റ് ഓഫീസറാണ് KMSCLന്റെ കരാർ നിയമനങ്ങളിൽ സാർവത്രിക ക്രമക്കേട് നടന്നു എന്ന റിപ്പോർട്ട് നൽകിയത്. സംസ്ഥാനത്തെ സർക്കാർ വകുപ്പുകൾ, പൊതുമേഖലാ സ്ഥാപനങ്ങൾ, ബോർഡുകൾ, കമ്പനികൾ, കോർപ്പറേഷനുകൾ തുടങ്ങി സർക്കാർ ഗ്രാന്റിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളിൽ PSC ഇതര നിയമനങ്ങൾ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴി നടത്തണമെന്നാണ് ചട്ടം. ഇതെല്ലാം കാറ്റിൽ പറത്തിയാണ് 2008 മുതൽ കേരള മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ ലിമിറ്റഡ് നിയമനങ്ങൾ നടത്തുന്നത്. പരസ്യം നൽകാതെയും വിജ്ഞാപനം ഇറക്കാതെയുമാണ് ഇഷ്ടക്കാരെ KMSCL തിരികെ കയറ്റിയത്. പരാതി ലഭിച്ചതിനെ തുടർന്ന് ജില്ലാ എംപ്ലോയ്മെന്റ് ഓഫീസർ അന്വേഷണം നടത്തി. വിശദ പരിശോധനയ്ക്ക് ശേഷം ക്രമക്കേടുകൾ എണ്ണിപ്പറഞ്ഞ് KMSCL MDക്ക് റിപ്പോർട്ടും നൽകി. ആസൂത്രണ സാമ്പത്തികകാര്യ വകുപ്പ് സെക്രട്ടറി ഇറക്കിയിട്ടുള്ള ഒരു ഉത്തരവാണ് എന്റെ കയ്യിലിരിക്കുന്നത്. ഡോക്ടർ ജയതിലക് പ്രിൻസിപ്പൽ സെക്രട്ടറി ഇറക്കിയ ഒരു ഉത്തരവ്. ഇതിലൊക്കെ പറയുന്നത് ഇത് ഇങ്ങനെ നിയമിക്കാൻ പാടില്ല, ഇങ്ങനെ നിയമിച്ചു കഴിഞ്ഞാൽ അത് നിയമവിരുദ്ധമാണ്. ആ നിയമവിരുദ്ധമായിട്ട് നിയമിച്ചിട്ടുള്ളവരെയാണ് ഇത്രയും അന്വേഷണ ഉത്തരവുകളും അന്വേഷണ റിപ്പോർട്ടുകളെല്ലാം നിലനിൽക്കുമ്പോഴാണ് ഈ 640 പേരെ വീണ്ടും അവരുടെ കരാർ പുതുക്കി കൊടുത്തിരിക്കുന്നത് ഗവൺമെന്റ്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ നടപടിയിൽ നിന്നും ഗവൺമെന്റ് പിന്മാറുക മാത്രമല്ല, പട്ടികജാതി പട്ടികവർഗ ജനവിഭാഗങ്ങൾക്ക് കിട്ടേണ്ട ജോലികൾ തീർച്ചയായിട്ടും അവർക്ക് കൊടുക്കേണ്ട ബാധ്യത ഗവൺമെന്റിനുണ്ട്. അത് ഗവൺമെന്റിന്റെ ബാധ്യതയാണെന്ന് മനസ്സിലാക്കി അത് ചെയ്യണമെന്നുള്ളതാണ് എനിക്ക് പറയുവാനുള്ളത്. അനധികൃതമായി നിയമിച്ചവരെ പിരിച്ചുവിടണമെന്നും എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴി താൽക്കാലിക നിയമനങ്ങൾ നടത്തണമെന്നും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. ഇവരെ പിരിച്ചുവിടുന്നതിന് പകരം കരാർ നീട്ടി നൽകി ഈ മാസം ആദ്യം ഉത്തരവിറക്കുകയായിരുന്നു. കേരള മെഡിക്കൽ സർവീസസ് കോർപ്പറേഷനിലെ കരാർ നിയമനങ്ങൾ മാനദണ്ഡങ്ങൾക്ക് വിരുദ്ധമാണെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് നിയമസഭയിൽ തന്നെ സമ്മതിച്ചിരുന്നു. അതിനുശേഷവും തെറ്റുതിരുത്താൻ തയ്യാറാകാത്തത് കടുത്ത രാഷ്ട്രീയ സമ്മർദ്ദത്തെ തുടർന്നാണ് എന്നാണ് ആരോപണം. ന്യൂസ് 18 തിരുവനന്തപുരം.